പേപ്പർ കൊണ്ട് കൃപാസനത്തിൻ്റെ പേപ്പർ എങ്ങനെയോ എൻ്റെ അടുത്ത് വരും. അതെന്താ ആദ്യമൊക്കെ എനിക്കിത് വരുമ്പം ഭയങ്കര അത്ഭുതമായി. ഇതെന്താണിത്? വായിക്കും, അവിടെ വയ്ക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ കയ്യിൽ കിട്ടും, ഞാൻ പള്ളിയിൽ പോയാൽ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പം കൃപാസനത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. എൻ്റെ അമ്മയോട് ചോദിച്ചു. എൻ്റെ അമ്മ വലിയൊരു മാതാവിൻ്റെ ഭക്തയാണ്, എൻ്റെ ചേച്ചിയും. പക്ഷേ അവരാരും കൃപാസനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലൊരു സ്ഥലമുണ്ട്, ആലപ്പുഴയിലാണ്, ഒത്തിരി പേര് പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാർച്ച് മാസം 20-ാം തീയതി എൻ്റെ ഒരു സുഹൃത്ത് ഡെൻസിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കൃപാസനത്തിൽ വരികയാണ്. ഞാൻ നിസ്സാരമായിട്ട് ഈ വേദന പറയുന്നെങ്കിലും സഹിക്കുന്നതിലും അപ്പുറം വേദനയാണ്. ഒരു ഡെലിവറി ടൈമിലുള്ള പെയിൻ പോലെയാണ് എല്ലാ മാസവും എനിക്കുണ്ടാവുക. ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സമയത്ത് എനിക്ക് ആൾക്കാരെ കാണാൻ പോലും പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് പെയിനായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ കയറിയപ്പോൾ പോലെ എനിക്ക് എൻ്റെ ദേഹം ഭയങ്കര വേദനയായി, ചൊറിച്ചിലായി. ഞാൻ എന്നിട്ട് ഉടമ്പടി ആദ്യം എടുക്കുക കുറച്ച് പ്രയാസകരമുള്ള കാര്യമാണ്. എങ്കിലും ഉടമ്പടി ഞാൻ ആ പ്രയാസമൊക്കെ സഹിച്ചെടുത്തു. അങ്ങനെ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു. ഇപ്പം 1.5 വർഷത്തിന് മേലെയായി. 2003 മാർച്ചിലല്ലേ. അങ്ങനെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിലോ ഒരു പ്രാർത്ഥനയിൽ, വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാവിലെയുള്ള പ്രാർത്ഥനയിലും ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല. അതെ, എങ്ങനെയാണെങ്കിലും ആ സമയമാകുമ്പോൾ എങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തോന്ന് ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥന എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ല, വണ്ടി ഓടിക്കുമ്പോഴേലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയോന്ന് ചോദിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. ഈ വേദനയോട് എനിക്കൊരു ആങ്സൈറ്റി അറ്റാക്ക് വരെ വന്നിട്ടുണ്ട്, സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ അതുവഴി ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു 3-4 പേരുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ. അതാണ് എൻ്റെ കൃപാസനത്തിലേക്ക് വരാനുള്ളതും എൻ്റെ രോഗത്തിലുള്ള സൗഖ്യവും എനിക്ക് തന്നത്. ഞാൻ സിനിമാ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മേഖല എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ വേദനകൾ നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് വണ്ണം വയ്ക്കുക. ഒരു മാസത്തിൽ ഒരു 50 കിലോ ആയിരിക്കെങ്കിൽ ഈ ഒരു വേദന തുടങ്ങുമ്പോൾ ഞാനൊരു 58 കിലോ 60 കിലോ അത്ര വ്യത്യാസം വരും. എൻ്റെ ഡ്രസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് മൂഡ് ഓഫും എല്ലാം ആയിരിക്കും. അപ്പോൾ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കും എന്ത് പറ്റി ഇതിനെ പെട്ടെന്ന് വണ്ണം വെച്ച്, ഇതിനെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യണം. ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ഒരു മേഖലയാണ് എൻ്റെ. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ 6 കാര്യങ്ങൾ, 5 എഴുതിയാൽ മതി, 6ാമത്തെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് 6 കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നു എഴുതാൻ. ഞാൻ 6 കാര്യങ്ങൾ എഴുതി. ചിട്ടയായ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആർക്കും എന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ജോസഫ് അച്ഛനെ കാണാൻ പറ്റുമോ, എനിക്കൊന്ന് കാണണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ ആദ്യമേ ഇന്ന് ഓഫീസിലൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് കാണിച്ച് കാണാം, നമുക്ക് ബ്ലെസ്സിങ് മേടിക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുക്ക ഞാൻ ഈ അൾത്താരെ വരുമ്പോൾ അച്ഛൻ എന്നോട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ സിനിമയിലാണോ, എന്താ നിൻ്റെ ആവശ്യം എന്നൊന്നും അല്ല ചോദിച്ചത്. എൻ്റെ മുഖത്തോട്ട്